സമയം എടുക്കണ്ട. യെശയ്യാവ് 60:1 ഇങ്ങനെ പറയുന്നു. എന്തുവാ പറയുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമാ. എന്തുവാ? എഴുന്നേറ്റ് പ്രകാശിക്ക. ഫസ്റ്റ് പോയിന്റ്. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത് ആദ്യം ചെയ്യേണ്ടത് എഴുന്നേൽക്കണം. മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റാ പോരാ, എഴുന്നേറ്റ് പ്രകാശിക്കണം. ഇന്ന് നീ ആയിരിക്കുന്നത് 60:2 പറയുന്ന പോലെ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാ. എന്നാൽ നീ എഴുന്നേറ്റ് നിന്റെ പ്രകാശത്തെ കയ്യിലെടുക്കണം. എഴുന്നേൽക്കണം. ആയിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് ദൈവസഭ എഴുന്നേൽക്കണം. കർത്താവിന്റെ കോളിംഗ് മനസ്സിലാക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് നീ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ അനേകര് നിന്റെ അടുക്കലേക്ക് വരുമെന്ന് അതിന്റെ 3-ാമത് വാക്യത്തിൽ പറയുന്നു. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയത്തിലേക്കും വരും. ഇന്ന് എന്തുകൊണ്ട് ദൈവസഭയിലേക്ക് ജാതികളായവർ കടന്നു വരുന്നില്ല? പകരം ദൈവസഭയിൽ നിന്ന് ആൾക്കാർ ജാതികളിലേക്ക് പോവുകയാണ്. ഇന്ന് തലമുറകൾ വേറെ ജാതികളുള്ളവരിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നു. ഞാൻ അമേരിക്കയെ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത് ദൈവമക്കളെ. ദൈവകൃപ നഷ്ടപ്പെട്ടവരായി തലമുറകൾ മാറിപ്പോവുക. കാരണം എന്താ? വീട്ടിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്നില്ലെന്ന്. മാതാപിതാക്കൾ എഴുന്നേറ്റ് പ്രകാശിക്കുന്നില്ല. ദേ ആർ എൻഗേജ്ഡ്. ജോലിയിൽ എൻഗേജ്ഡ്. രാത്രി പ്രാർത്ഥിക്കാൻ സമയമില്ല, പകലില്ല, കുടുംബ പ്രാർത്ഥനയില്ല. വീടുകളിൽ പ്രകാശം കെട്ടുപോയി. ഇപ്പൊ ജാതിയുടെ വീട് നിങ്ങളുടെ വീട് ഒരുപോലെ. പണ്ടൊക്കെ വീട്ടിൽ 7 മണിയാകുമ്പോ, ഞങ്ങളുടെയൊക്കെ നാട്ടില് 7 മണിയാകുമ്പോ ലൈറ്റ് ഇട്ട് എല്ലാവരും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. കുടുംബ പ്രാർത്ഥന മിസ് ചെയ്യിപ്പിക്കത്തില്ല പപ്പായും മമ്മിയും. ഇന്ന് നാട്ടിലൊക്കെ പോകുമ്പോഴും ഞാൻ കാണുന്ന വീടുകളുടെ വാതിക്കടെ പോകുമ്പോൾ ലൈറ്റ് പോലും ഇല്ല. എന്തുവാ? TV-യിൽ സീരിയൽ കണ്ടോണ്ടിരിക്കുവോ? അപ്പൊ ലൈറ്റ് ഇടുന്ന കാര്യമൊക്കെ മറന്നുപോയി. അപ്പൊ വീട്ടിലെ ലൈറ്റ് ഇല്ല, അകത്തും ലൈറ്റ് ഇല്ല. ഇന്ന് പെന്തുക്കോസുകാരുടെ ഇടയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അകത്ത് വെളിച്ചമില്ല, വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, പ്രകാശമൊക്കെ കെട്ടുപോയി. അപ്പൊ എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരുടെ വീട്ടിൽ എന്ത് കയറും? അന്ധകാരം കയറും. പക്ഷെ ദൗത്യം ആരെ ഏൽപ്പിക്കുന്നറിയോ? പാസ്റ്റർ ആന്റി പ്രാർത്ഥിക്കണം കേട്ടോ. പാസ്റ്ററും പാസ്റ്റർ ആന്റി രാത്രി മൊത്തം ഇരുന്ന് സഭയ്ക്ക് വേണ്ടി കരയുക, വിശ്വാസികൾക്ക് വേണ്ടി കരയുക. പക്ഷെ അവര് റെഡിയല്ലേ എഴുന്നേക്കാൻ. പാസ്റ്റർ നമ്മൾ കുഞ്ഞു പിള്ളേരെ മോനെ എഴുന്നേക്കടാ, ഡ്രസ് ഇടടാ, സ്കൂളിൽ പോകണോടാ, പല്ല് തേക്കണോടാ എന്ന് പറയുന്നത് പാസ്റ്ററിന്റെ ആന്റിയുടെയും ചുമതലയാ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഫോൺ വിളിച്ച് സിസ്റ്റർ മീറ്റിങ്ങിന് വരണേ, ഇന്ന് എന്താ വരാത്തത്? ദൈവസഭയെ ഉണരണേ, കർത്താവ് വരാറായി. ഉണരണം. നെക്സ്റ്റ്, പ്രാർത്ഥിക്കണം, ശക്തിപ്പെടണം. എഫേസ്യർ 6:10. ഹല്ലേലൂയ. എഫേസ്യർ 6:10 ഇങ്ങനെ പറയുന്നു. എന്തോ പറയുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമല്ലേ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണം, എഴുന്നേൽക്കണം, പ്രകാശിക്കണം. നെക്സ്റ്റ്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ശക്തി ഏറ്റെടുത്തോണം. ദൈവസഭ നഷ്ടമായി പോവല്ലേ. ശക്തി ഏറ്റെടുത്തോണം. ഈ സഭയ്ക്ക്, മണവാട്ടി സഭയെ ഒരുക്കാനാ പരിശുദ്ധാത്മാവിനെ നൽകി തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആരെന്നറിയാമോ? മണവാളന്റെ മനസ്സറിയാവുന്ന ആളാ പരിശുദ്ധാത്മാവ്. മണവാളനെ അറിയാവുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കാക്കി വെച്ചേക്കുവോ? ഈ ലോകത്തിൽ ഒരു ഭാര്യമാർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടത്തില്ല. ചെറുക്കന്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ എപ്പോഴും നടക്കുവോ? പറഞ്ഞു തരാൻ. അവന്റെ സ്വഭാവം ഇതാട്ടോ, നീ ആ ചെയ്യുന്ന ഇഷ്ടമല്ലോ, ആ ഫുഡ് അതുണ്ടാക്കില്ലോ, അവന്റെ ഇഷ്ടം, ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ പറഞ്ഞു, കർത്താവ് വന്നിട്ട് പറയാം, എന്റെ ബ്രൈഡിനെ ഒരുക്കാം. പരിശുദ്ധാത്മാവിനോട് പറയാം, പൊക്കോ, യു ഹാവ് ടു ബി വിത്ത് ഹർ ഓൾ ദ ടൈം. രാത്രിയിലും പകലും എല്ലാം പുള്ളി കൂടെ ഉണ്ടെന്ന് കാര്യസ്ഥൻ. ഡ്രസ് ഇടുമ്പോ പറയും അതിടണ്ട കേട്ടോ, മാന്യമല്ല. ഇത് ചെയ്യുമ്പോ പറയാം അങ്ങോട്ട് പോകല്ലോ കേട്ടോ, മാന്യമല്ല, അത് കർത്താവിന് ഇഷ്ടമല്ല. ചിലര് പരിശുദ്ധാത്മാവ് എനിക്കറിയാം എന്ന് പറയാനല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണോന്ന്. He is our helper. He is our guide. He is our comforter. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത ഒരു സഭയാണ് ഇന്ന് കാണുന്നത്. പകരം വ്യർത്ഥബുദ്ധി തലയേക്കേറി സഭകളിൽ ഇന്ന് ഭരിക്കുന്നത് വ്യർത്ഥബുദ്ധിയാ. പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വരണം ദൈവസഭ. ദൈവസഭ മടങ്ങി വരണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കണം. UK-ല് എഴുന്നേറ്റാളെ ഗുണം എന്നറിയോ? വ്യർത്ഥ ബുദ്ധികളും അന്ധകാരത്തിലായിരിക്കുന്ന ഒരു ജനറേഷൻ UK-ന്ന് മാറും. ചർച്ചുകൾ പൂട്ടുവല്ലേ? അമേരിക്കയിലും UK-ലും എന്തോരം ചർച്ചസ് ഒരു മാസം പൂട്ടിക്കെട്ടുന്നത്. കാരണം എന്താ? അന്ധകാരമാണ്, പ്രകാശമൊക്കെ നഷ്ടപ്പെട്ടു, എഴുന്നേൽക്കുന്നില്ല, ചടഞ്ഞുകൂടിയിരിക്കുക. എഴുന്നേറ്റേ പറ്റൂ ദൈവമക്കളെ. നെക്സ്റ്റ്, ഏകാഗ്രതയോടും നിർമ്മലതയോടും കൂടെ എഴുന്നേൽക്കണം. ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുക. 2 കൊരിന്ത്യർ 11:2-3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. പൗലോസ് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന ഒരു വാക്യം. എനിക്ക് പേടിയാ വാക്യം വായിക്കുമ്പോ. പൗലോസ് പറയുക,
എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ? ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പലരും വിവാഹ നിശ്ചയം കഴിഞ്ഞതാന്ന് മറന്നുപോയി. വിവാഹ നിശ്ചയം കഴിഞ്ഞ് പെണ്ണുങ്ങളോട് പീട്ടി അമ്മമാരെ, എന്റെ മമ്മി പറയായിരുന്നു കേട്ടോ, ചെറുക്കം കണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ, ഇങ്ങനെയൊന്നും നടന്നാ പോരാ കേട്ടോ, ഓർക്കണം കല്യാണം ഉറപ്പിച്ച പെണ്ണ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ, ഞാൻ ചില സമയത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഹോളി സ്പിരിറ്റ് ഇങ്ങനെ പറയും, ബി അവെയർ യുവർ ബ്രൈഡ് ഗ്രൂം ഇസ് വാച്ചിങ്. ബ്രൈഡ് ഗ്രൂം കാണുന്നുണ്ട് കേട്ടോ. സോ ഐ വിൽ ബി ലൈക്ക്, ഓക്കെ, എന്റെ തോട്ട്സ് ഞാൻ സൂക്ഷിക്കണം, തോട്ട്സ് സൂക്ഷിക്കണം, വാക്ക് സൂക്ഷിക്കണം, പ്രവൃത്തി സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണാണേ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളാണേ. ഇന്ന് നിങ്ങൾ തന്നെ പറയണം, എന്റെ വിവാഹ നിശ്ചയം കർത്താവുമായിട്ട് കഴിഞ്ഞേക്കുക, എന്റെ മണവാളൻ വരാറായി. കന്യകമാരെ, വിളക്കിൽ എണ്ണയുണ്ടോ? പാത്രത്തിൽ എണ്ണയുണ്ടോ? ഇല്ലെങ്കിൽ ശേഖരിക്കേണ്ട സമയമായത്. വീണ്ടും ദൈവാത്മാവ് ഇന്ന് എന്നെ നിങ്ങളുടെ അടിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് കൈമാറുമ്പോൾ പാത്രത്തിലെ എണ്ണയുടെ വലിപ്പം നോക്കിക്കോണം, അളവ്. അതോ വിളക്കി മാത്രമേ ഉള്ളൂ? പണ്ട് പ്രാപിച്ചതില്ലേ, അതേ ഉള്ളോ? പാത്രത്തിൽ ഇല്ലെങ്കിൽ പോകത്തില്ലെന്ന്, സമയം പെട്ടെന്ന് വരുമെന്ന്. ഒരുങ്ങിയവർ പോകും, കൈവിടപ്പെട്ടു പോര്. കർത്താവ് പറയരുത്, സിസ്റ്ററെ സോറി എനിക്ക് അറിയത്തില്ല, ഹു ആർ യു, ഹു ആർ യു? കർത്താവേ ഞാൻ UK-ല, ഞാൻ ഇന്ന മിനിസ്ട്രി ഒക്കെ ചെയ്ത ആളാ. കർത്താവ് പറയും, സോറി ഐ ഡോണ്ട് നോ ഹു യു ആർ. കൈവിടപ്പെട്ടു പോകരുത്, ലജ്ജിച്ച് നിൽക്കരുത്. ദൈവവൈതലേ, ഞാൻ വീണ്ടും ഈ ദൂത് പറയുക, ലജ്ജിച്ച് നിൽക്കരുത്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 പെത്രോസ് 3:14 പറയുന്നു, കറയും കളങ്കവും ഇല്ലാത്തൊരു സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നേ, കറയും കളങ്കവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കറ മാറ്റിക്കോണം, കളങ്കം മാറ്റിക്കോണം, എഴുന്നേറ്റോണം, പ്രകാശിച്ചോണം, ശക്തിപ്പെട്ടോണം. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം, പരിശുദ്ധാത്മാവിന്റെ കൃപ ഏറ്റെടുത്തോണം. ഞാൻ എന്റെ ലൈഫിൽ റീസെന്റ് നടന്ന ഒരു ടെസ്റ്റിമണി കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യുക, നിർത്തിക്കുക, മെസ്സേജ് നിർത്തിക്കുക. സോറി ഇഫ് ഐ ടേക്ക് 2 more minutes. പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശക്തിയെ കുറിച്ച് ഞാനിത് പറയുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ കുറഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ ആൾക്കാർ കളിയാക്കുക. കാരണം ഞാൻ ആ ഗണത്തിലുള്ള, ഞാൻ ഒത്തിരി കളിയാക്കൽ കേൾക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ വാട്ട് അതർ പീപ്പിൾ ജഡ്ജ്. എന്നെ എപ്പോഴും പരിശുദ്ധാത്മാവ്, ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും എവിടെ നിർത്തിയാലും കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഇറ്റ് ഇസ് ഗുഡ് ടു ബി ജഡ്ജ് ബൈ പീപ്പിൾ ദാൻ ജഡ്ജ് ബൈ ഗാഡ്. മനുഷ്യർ നിന്നെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ ഹല്ലേലൂയ നമ്മൾ ഓർക്കും, യോ അവരെന്നെ ജഡ്ജ് ചെയ്യും, അവരെന്നെ ഇത് ചെയ്യും. കർത്താവ് പറയാ, അത് നീ കാര്യമാക്കണ്ട, ഞാൻ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചാൽ മതി. കേട്ടോ? ഏഞ്ചൽ മോളോട് ദൈവാത്മാവ് ദൂത് പറയുക, ഡോണ്ട് ലുക്ക് അറ്റ് വാട്ട് പീപ്പിൾ സേ, ഡു ദ മിനിസ്ട്രി വാട്ട് ഗോഡ് ഹാവ് ഗിവൻ യു. പീപ്പിൾ വിൽ ജഡ്ജ്. ഇനിയുള്ള കാലത്ത് ജഡ്ജിങ്ങിന് വേണ്ടി ഇരുത്തിയേക്ക് കുറെ പേരെ യൂട്യൂബിലും അവിടെയൊക്കെ കമന്റ് അടിക്കാൻ. ഡോണ്ട് ലുക്ക് അറ്റ് ദോസ് തിങ്, യു ഫിനിഷ് യുവർ റേസ്. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ പറയണം, ചെല്ലുമ്പോ പറയണം, കർത്താവ് പറയണം, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ, ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു നീ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പറഞ്ഞു നീ ചെയ്തു. ദാറ്റ്സ് ഓൾ മാറ്റേർഡ്. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നവരെ ഒരു മണവാട്ടിയും കർത്താവിന് വേണ്ട. കർത്താവിനെ പ്ലീസ് ചെയ്യണമെന്ന്, കർത്താവിനെ പ്ലീസ് ചെയ്യുന്നവരായി ജീവിക്കാനാ നമ്മളെ ഇവിടെ ആക്കി വെച്ചേക്കുന്നത്. നിങ്ങളെ UK-ലാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാ. എന്നാൽ ഇന്ന് മണവാട്ടി ആരാ, അല്ലാത്തവരാരാന്ന് അറിയത്തില്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. മനസ്സിലായോ? വിളക്കിൽ എണ്ണയുണ്ടോ? പാത്രത്തിൽ എണ്ണയുണ്ടോ? എന്നും രാവിലെ ആത്മാവി പ്രാർത്ഥിച്ചോണം, എപ്പോഴും ആത്മാവി പ്രാർത്ഥിച്ചോണം. ഇങ്ങനെയാ വിളക്കിൽ എണ്ണ നിറയ്ക്കുന്നത്.